ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു മോർണിംഗ് വിഷ്വൽസാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. രാവിലെ ഒരു 5:45 സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മോക്ക് മദ്രസയിൽ പോകണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചെറിയ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കറൻ്റ്ലി എൻ്റെ ക്ലോക്കിൻ്റെ ഫീസ് അടിച്ച് പോയിട്ടുണ്ട്. ആ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ക്ലോക്കാണ്. നല്ല ക്യൂട്ടായിട്ട് കാണാനുണ്ടായിട്ടുള്ളതിന് വാങ്ങിയിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ടാവും. 2 പ്രാവശ്യം ബാറ്ററി മാറ്റി. അപ്പോൾ പുള്ളിക്കാരൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ കാര്യം തീരുമാനമാക്കിയത് എൻ്റെ മോൻ തന്നെയാണ്. മോൻ എടുത്തെറിയും. അപ്പോൾ ഒരു പ്രാവശ്യം എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടെ എൻ്റെ ലൈറ്റ് പോയി. അപ്പം ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായ സ്ഥിതിക്ക് ഞാനിതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് മോളെ എണീപ്പിക്കുകയാണ്. അപ്പോൾ മോളെ എണീപ്പിച്ചതിന് ശേഷം ഞാൻ ഓളെ ബാത്റൂമിലാക്കിയതിന് ശേഷം ഓക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ രാവിലെ തന്നെ ആയതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കൽ. അപ്പോൾ ആ ഒരു വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ പുറത്ത് ഷെഡിലാണ്. നമ്മൾ ഒരു എക്സ്ട്രാ ഷെഡ് എടുത്തിട്ട് അവിടെയാണ് ആദ്യം ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യൽ. ഉള്ളിലത്തെ കിച്ചണിലൊന്നും യൂസ് ചെയ്യലില്ല. അപ്പോൾ ഈ ഒരു കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രിയിലൊന്നും ഞാൻ ഇറങ്ങാനില്ല. എനിക്ക് പേടിയാണ്, കാരണം പുറത്താണല്ലോ. അപ്പോൾ നമുക്ക് വേഗം വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയൊരു കുടുക്കയിലാണ് വെക്കൽ. ജസ്റ്റ് ഒരു ചൂട് വേണം നമുക്കായാലും. രാവിലെ തണുക്കുമല്ലോ, അതുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കും. ചെറിയൊരു ചൂടിന് വേണ്ടിയിട്ട് ഈ ഒരു കുടുക്കയിലാണ് ഞാൻ വെള്ളം ചൂടാക്കൽ. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ പിന്നെ മദ്രസയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കുക അതൊന്നും അവൾ കഴിക്കില്ല. അവൾ കുറച്ച് വെള്ളം കുടിക്കും. കുറച്ച് വെള്ളം എപ്പോഴെങ്കിലും ചില ദിവസങ്ങളിൽ മാത്രമേ വെള്ളം കുടിക്കലുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കുടിക്കലില്ല. പിന്നെ ഞാനൊരു ഈത്തപ്പഴം കൊടുക്കും, ഒരു 2-3 ബദാം കൊടുക്കും, ഒരു വാൾനട്ടും കൊടുക്കും. ഇതാണ് നമ്മൾ മദ്രസയിലേക്ക് പോകുമ്പം കഴിക്കൽ. അപ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമല്ല. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് തൊട്ടാകുമ്പോൾ. അപ്പം വെള്ളം ചൂടാക്കിയതിന് ശേഷം ഞാൻ പോയി മദ്രസയിലെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പം രാത്രിയിൽ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു വെക്കാനുള്ള ഒരു ടൈം കിട്ടലില്ല. കാരണം എഴുത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉറക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതിനും കൂടെ ടൈം കളയാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം രാവിലെ എണീക്കേണ്ടതായതുകൊണ്ട് തന്നെ ഞാൻ 9 മണിക്കുള്ളിൽ തന്നെ ഉറക്കാൻ വേണ്ടി ട്രൈ ചെയ്യലുണ്ട്. അപ്പോൾ 2 പെൻസിൽ, റൈസർ, ഷാർപ്നർ അത് വെച്ചിട്ട് പിന്നെ കിതാബും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ബാഗൊന്ന് അടച്ചു കൊടുക്കലാണ്. അപ്പോൾ പിന്നെ മദ്രസയിലെ നോട്ട് ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് കയറിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാനങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഹോംവർക്കൊക്കെ നീറ്റുള്ളതാണോ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം തെറ്റുണ്ടെങ്കിൽ അത് മായ്ച്ചു കൊടുക്കും. അപ്പം ആ ഒരു പൊതി ഞാൻ ഇന്നലെ രാത്രിയിൽ മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ ഓർമ്മ ഉണ്ടായിട്ടില്ല, മറന്നുപോയി. ഓരോ കാര്യം ഓർക്കുന്ന സമയത്ത് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകയാണ്, ഞാൻ മറന്നു പോവും. അങ്ങനെ ഞാൻ ആ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കലാണ്. ഈ ഒരു ടൈം ഭയങ്കര തിരക്കുള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, വെറുതെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ മോള് മദ്രസയിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ടിലാണ്. ഇതിൻ്റെ വെള്ളം നിറച്ച് വെക്കണം. അപ്പം സമയം നോക്കുകയാണെങ്കിൽ 6:05 ആയിട്ടുണ്ട്. അപ്പോൾ തുട്ടൻ ഇന്ന് അറിഞ്ഞിട്ടില്ല, എന്താണെന്നറിയില്ല, ഓനിന്ന് എണീറ്റിട്ടില്ല. അപ്പോൾ ഓൻ നല്ല ഉറക്കിലാണ്. ആ ഒരു ടൈം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിന്. ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പം നമ്മൾ മദ്രസയിൽ പോകുന്ന സമയത്ത് മഴ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കോട്ടിട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അപ്പം ഈ ഒരു ടൈമിൽ മഴ പെയ്യുന്നുണ്ടായി. ആ ഒരു ടൈമിൽ ഞാൻ വേഗം ബ്രഷ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ഞാൻ മുള വെള്ളം ബോട്ടിലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അധികം ഇത് നിറഞ്ഞ് മറിയലാണ്, എനിക്ക് ഓർമ്മ ഉണ്ടാവലില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് ഇനി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ചൂടായോ എന്ന് നോക്കാം. ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് റെഡിയാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ടൈമിൽ കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എന്തൊക്കെ ഞാൻ കൊടുത്താലും ഓള് വേണ്ടെന്നാണ് പറയൽ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിലും ഓളെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും. കാരണം ബ്ലഡും കാര്യങ്ങളൊക്കെ ഓൾക്ക് കുറവുണ്ട്. അപ്പോൾ ഡോക്ടർ കഴിക്കണമെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ഓള് റെഡിയായി മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും വേഗം റെഡിയായതിന് ശേഷം തുട്ടനെ റൂമിൽ ആക്കിയിട്ട് പോവാന്ന്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ബാഗ് എടുക്കാൻ മറന്നെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. വേഗം ബാഗ് എടുത്തിട്ട് ഓടി. അപ്പോൾ ഞാനിനി വേഗം സ്കൂട്ടി എടുത്തിട്ട് പോകാൻ
കൊണ്ടാണ്. വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സമാധാനമുണ്ട്. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നത് അൽഹംദുലില്ലാ വണ്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വണ്ടി വാങ്ങി തന്ന എൻ്റെ ഭർത്താവിന് ഈ ഒരു നിമിഷത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ പോകാൻ റെഡിയായി. അപ്പോൾ മോളിതാ നല്ല വേഗം തന്നെ എണീറ്റ് റെഡിയായി സുന്ദരിയായിട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോവാന്ന്. ഈ ഒരു ടൈമിൽ മഴയില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു സമാധാനമുണ്ട്. കോട്ട് ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. കാരണം എപ്പോൾ മഴ പെയ്യാന്നുള്ള കാര്യം അറിയില്ലല്ലോ. അതുകൊണ്ട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോവാന്ന്. ഹെൽമെറ്റ് നിർബന്ധമാണ്. എവിടെ പോവാണെങ്കിലും എന്നോട് പോകുമ്പം പറഞ്ഞിട്ടുള്ളത് ഹെൽമെറ്റ് മസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അത് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഒരെന്നോട് ഇവിടെ അടുത്തുള്ള ഷോപ്പിലാണെങ്കിൽ എവിടെ പോകുന്നതാണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹെൽമെറ്റ് ഇട്ടിട്ടേ പോവാറുള്ളൂ. എൻ്റെ ഒരു സേഫ്റ്റിക്ക് അതാണ്. അങ്ങനെ ഞാൻ മദ്രസയിലൊക്കെ കൊണ്ടാക്കി തിരിച്ച് വന്നപ്പോൾ എന്നെയും കാത്തു ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ബാഗിൽ ഡിക്കിയിൽ വെക്കുന്ന സമയത്താണ് കരഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം ഇന്നത്തെ കരച്ചിലിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ വിളിച്ചിട്ടില്ല. ഓനെ വരുന്ന നമ്മൾ പോകുന്ന സമയത്ത് ഓൻ ഉറക്കാണല്ലോ. എണീറ്റപ്പോൾ തന്നെ എന്നെ കാണാത്തതുകൊണ്ടില്ല ആ ഒരു വിഷമത്തിൻ്റെ പേരിൽ ഓനിതാ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഓനോട് ഇങ്ങനെ കിന്നരിച്ച് നിന്ന്. അപ്പോൾ എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല മൂഡായിരിക്കും. എന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല മൂഡായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ നെട്ടി എണീക്കുമ്പോൾ പോയോന്നില്ലേ ആ ഒരു ചില ദിവസങ്ങളിൽ നെട്ടി എണീക്കും. ഇന്നെന്തായാലും ഓൻ എണീക്കുന്ന ടൈമിൽ തന്നെ കറക്റ്റ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിന്. എന്നാലും ഇങ്ങനെ ഒരു സങ്കടത്തിലാണ് മൂപ്പരുള്ളത്. അപ്പോൾ കുറച്ച് സമയം ഇനി ഇവൻ്റെ കൂടെ ചിലവഴിച്ചിട്ട് ഇവന് ചായ കൊടുക്കണം. അപ്പോൾ ചായ കൊടുത്തതിന് ശേഷം എനിക്ക് സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട്. യൂണിഫോം അയൺ ചെയ്യാനുണ്ട്. പിന്നെ സ്കൂൾ ബാഗ് സെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇവൻ ഉണ്ടാവും. ഇതുവരെ എൻ്റെ അറിവിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം മാത്രമായിരിക്കും ഇവനൊന്ന് ഒരു 9 മണി വരെയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവല്. ബാക്കിയുള്ള ടൈമൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ തൊട്ടനെടുത്തതിന് ശേഷം ഞാൻ നേരെ റൂമിലേക്ക് പോവാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.